ഹലോ ഫ്രണ്ട്സ്, 2025 മാർച്ച് +2 ഫിസിക്സ് പരീക്ഷയ്ക്കുള്ള റിവിഷൻ സമയം ആയിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാരും റിവിഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിലൂടെ ഒരു വീഡിയോ സീരീസായിട്ട് വരാനിരിക്കുന്ന മാർച്ച് എക്സാമിന് വേണ്ടിയുള്ള സെക്കൻഡ് ഇയർ ടോപ്പിക്കുകളുടെ ഫിസിക്സ് ടോപ്പിക്കുകളുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു ഓർഡറിലല്ല നമ്മൾ റിവിഷൻ ചെയ്യുന്നത്, മറിച്ച് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ചാപ്റ്ററുകളുടെ വെയിറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് പ്രതീക്ഷിക്കുന്ന ചാപ്റ്റർ 9 റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഈ അധ്യായമാണ് നമ്മൾ ആദ്യം റിവൈസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിവൈസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ ഇതാണ്: റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ബൈ പ്ലെയിൻ മിറർ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ, ദെൻ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. അതിൽ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് കൂടിയാണ്. സമയം കളയുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് സം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് റിഗാർഡിംഗ് റേ ഒപ്റ്റിക്സ്. റേ ഒപ്റ്റിക്സിൻ്റെ പഠന പരിധിയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില പോയിൻറ്റുകളൊന്ന് ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട്. ഒന്ന്, ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ദെൻ ദ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ഓഫ് ലൈറ്റ് when travelled from one point to another is called ray of light. അതായത് ഒരു പോയിൻറ്റിൽ നിന്ന് മറ്റൊരു പോയിൻറ്റിലേക്ക് പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചാരപാതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേ ഓഫ് ലൈറ്റ്. അത് റേ ഒപ്റ്റിക്സിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് റേ ഓഫ് ലൈറ്റ്. ഒരു റേയെ നമുക്ക് ഇങ്ങനെ ഒരു ആരോ ഹെഡ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഹെഡ് സൂചിപ്പിക്കുന്നത് ഈ റേ ഓഫ് ലൈറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ പ്രകാശം എങ്ങോട്ടാണ് സഞ്ചരിച്ചത് എന്നുള്ളതാണ്. അതുപോലെ ഈ റേയുടെ ബോഡി നോക്കിയാൽ അറിയാം, അത് സ്ട്രെയിറ്റ് ലൈനാണ്. അത് സൂചിപ്പിക്കുന്നത് പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുക എന്നുള്ളതാണ്. പ്രകാശം നേർരേഖയിലേ സഞ്ചരിക്കൂ എന്നുള്ള പ്രത്യേകതയ്ക്ക് ഒരു പേര് കൂടിയുണ്ട്, അതാണ് റെക്റ്റിലീനിയർ മോഷൻ. റെക്റ്റിലീനിയർ മോഷൻ ലൈറ്റിൻ്റെ സഞ്ചാര രീതിയെ നമ്മൾ, അല്ലെങ്കിൽ സഞ്ചാരത്തിൻ്റെ പ്രത്യേകതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്റ്റിലീനിയർ മോഷൻ. ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി റേകളുടെ ഒരു ബണ്ടിൽ ഓഫ് റേസ് ഈസ് കോൾഡ് ബീം ഓഫ് ലൈറ്റ്. റേകളുടെ ഒരു ബണ്ടിലിനെ അല്ലെങ്കിൽ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബീം ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുക. ഈ കാണുന്നതാണ് ഒരു ബീം ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ദാറ്റ് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ബൈ പ്ലെയിൻ മിറർ. ഒരു പ്ലെയിൻ മിറർ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കണ്ണാടി ഉണ്ടല്ലോ, നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി, അത്തരമൊരു പ്ലെയിൻ മിറർ കൊണ്ടുള്ള പ്രകാശത്തിൻ്റെ പ്രതിഫലനം എന്നുള്ള പ്രക്രിയയാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു പ്ലെയിൻ മിറർ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതൊരു പ്ലെയിൻ മിററാണെന്ന് വിചാരിക്കുക. ഈ മിററിൻ്റെ ഷൈനി സ്മൂത്ത് സർഫസ് അപ്പർ പോർഷനിലാണുള്ളത്. അതായത് ഈ ഭാഗമാണ് പ്രതിഫലന ശേഷിയുള്ളത്, ഇത് ബാക്ക് സൈഡാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള ചില ആരോ മാർക്കുകളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ലൈറ്റ് റേ വന്ന് വീഴാൻ പോകുന്ന പോയിൻ്റ് ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികം നമ്മൾ ആ പോയിൻറ്റിലേക്കൊരു നോർമൽ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ആ നോർമലാണ് ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. 90 ഡിഗ്രിയിൽ ഒരു നോർമൽ വരയ്ക്കുന്നു. ഓക്കെ, നോർമലായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻസിഡൻറ്റ് റേ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. സോ ഇൻസിഡൻറ്റ് റേ മാർക്ക് ചെയ്യുകയാണ്. ലെറ്റ്സ് സേ 130 ഡിഗ്രി. ഈ സ്കെയിലിൽ നിങ്ങൾക്കത് കാണാം. 130 ഡിഗ്രി ആംഗിളിൽ ഞാനൊരു ഇൻസിഡൻറ്റ് റേ വരയ്ക്കുകയാണ്. ദിസ് ഈസ് ദി ഇൻസിഡൻറ്റ് റേ. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ നമുക്കിവിടെ ലഭിച്ച ഈ ആംഗിളിനെയാണ് നമ്മൾ എന്താ പറയുക? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എന്ന് പറയാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എന്ന് പറയുക. റിഫ്ലക്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐയും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആറും സെയിം ആയിരിക്കും. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ്, കൃത്യമായ കണക്ക് ഞാൻ എടുക്കുന്നില്ല, എന്നാലും ഓൾമോസ്റ്റ് ഈ ആംഗിളുകൾ സെയിം ആയിട്ടാണ് വരിക. അതായത് ഇവിടെ നമുക്ക് ലഭിക്കുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ആ ആംഗിളും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്ന ഈ ആംഗിളും, ഈ രണ്ട് ആംഗിളുകളും സെയിം ആയിരിക്കും എന്നുള്ളതാണ് റിഫ്ലക്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം.
അപ്പോൾ ഈ റിഫ്ലക്ഷൻ ഒബേ ചെയ്യുന്ന ചില ലോകളുണ്ട്. അത് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനെയാണ് നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടതും അതുതന്നെയാണ്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ, പ്രകാശത്തിൻ്റെ പ്രതിഫലന നിയമങ്ങൾ. അത് ഓരോന്നോരോന്നായിട്ട് എഴുതാം. ഫസ്റ്റ് വൺ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഫസ്റ്റ് വൺ ഇങ്ങനെയാണ്: ദി ഇൻസിഡൻറ്റ് റേ reflected ray and the normal to the reflecting surface at the point of incidence are lie on the same plane. ഇതാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്, റിഫ്ലക്ഷൻ്റെ ലോ ഓഫ് റിഫ്ലക്ഷൻ്റെ ഫസ്റ്റ് ലോ. ഇത് എഴുതിയപ്പോൾ അല്പം നീളമായിട്ട് തോന്നിയേക്കാം, പക്ഷേ കാര്യം വളരെ സിമ്പിളാണ്. കുറച്ച് പേർ ആരൊക്കെയാണ്? ഒന്ന് ഇൻസിഡൻറ്റ് റേ, അതായത് ഈ വന്ന റേ. രണ്ടാമത്തെ ആൾ റിഫ്ലക്റ്റഡ് റേ, അതായത് ഇവിടുന്ന് റിഫ്ലക്ഷൻ ശേഷം തിരിച്ചു പോയ ആൾ. ദെൻ നോർമൽ, അതായത് 90 ഡിഗ്രിയിലുള്ള നോർമൽ. എവിടെയുള്ളത്? നോർമൽ ടു ദ റിഫ്ലക്റ്റിംഗ് സർഫസ്, റിഫ്ലക്റ്റിംഗ് സർഫസിന് നോർമലായിട്ടുള്ളയാൾ. ആ നോർമൽ എവിടെയാണ് വരച്ചിരിക്കുന്നതെന്നാണ് ബാക്കി പറയുന്നത്. അറ്റ് ദി പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ്. അറ്റ് ദി പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത റെഡ് പോയിൻ്റ്, അവിടെയാണല്ലോ ഇൻസിഡൻറ്റ് റേ വന്ന് വീണത്. അതിനെയാണ് പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുക. ആ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിൽ റിഫ്ലക്റ്റിംഗ് സർഫസിന് നോർമലായി വരച്ചിരിക്കുന്ന ഈ നോർമൽ, ആ നോർമൽ. അപ്പോൾ 3 ആൾക്കാരാണ്: ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിൽ റിഫ്ലക്റ്റിംഗ് സർഫസിന് 90 ഡിഗ്രിയിൽ വരച്ചിരിക്കുന്ന ഈ നോർമൽ. ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദേ ആർ ഓൾ ലൈ ഓൺ ദി സെയിം പ്ലെയിൻ. ഇവരെല്ലാവരും ഒരു പ്ലെയിനിലായിരിക്കും കിടക്കുക എന്ന്. ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊരു റിഫ്ലക്ഷൻ നടക്കുന്നുവെങ്കിൽ ഈ 3 പേർ, ഇവർ 3 പേരും കിടക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിലാണ്. അങ്ങനെ അതുകൊണ്ട് അതാണ് ഒരു പ്ലെയിനിലാണ് കിടക്കുന്നതുകൊണ്ടോ നമ്മൾ ഉദ്ദേശിച്ച കാര്യം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലേക്ക് അറിയിക്കാം. രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഐ ആണ്. ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ. 2 ആംഗിളുകളുണ്ടല്ലോ നമുക്കിവിടെ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് ഇൻസിഡൻറ്റ് റേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിൾ, ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, അതായത് റിഫ്ലക്റ്റഡ് റേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിൾ, റിഫ്ലക്റ്റഡ് റേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിൾ. ഈ 2 ആംഗിളുകളും എങ്ങനെയാണെന്ന് പറയുന്നു? ദീസ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ നമുക്കത് മാത്തമാറ്റിക്കലി ഇങ്ങനെ എഴുതാം: ഐ ഈസ് ഈക്വൽ ടു ആർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഈ 2 പോയിൻറ്റുകളാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന ഹെഡിങ്ങിന് താഴെയായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ലോസ് ഓഫ് റിഫ്ലക്ഷൻ. അത് പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ചോദിക്കാം. വാട്ട് ആർ ദി ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 2 ലോകൾ എഴുതുക. സാധിക്കുന്ന പക്ഷം ഈ ഫിഗർ കൂടെ വരയ്ക്കാൻ ശ്രമിക്കുക. 2 മാർക്കിൽ കവിഞ്ഞ് ഈ ചോദ്യം ചോദിക്കാൻ സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മളിനി അടുത്തത് പഠിക്കാൻ പോകുന്നതാണ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. എന്താണ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് ഓർക്കുന്നുണ്ടോ? നമ്മളൊരു റേ ഡയഗ്രം വരയ്ക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ചില ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യേണ്ടതായിട്ട് വരും. അത്തരം ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യുന്നതിന് പൊതുവിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ചില കോമൺ രീതി, അല്ലെങ്കിൽ കോമൺ ലോ എന്ന് പറയാൻ കഴിയില്ല, എന്നാലും കോമണായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു രീതിയാണ് നമ്മളെന്ത് പറയുക? സൈൻ കൺവെൻഷൻ എന്ന് പറയുക. ഇത് കാർട്ടീഷ്യൻ എന്ന ശാസ്ത്രജ്ഞനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് നമ്മൾ ആകെ ചെയ്യേണ്ടത് ഇങ്ങനെയൊരു ഫിഗർ ഓർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഇങ്ങനൊരു ഫിഗർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ
കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇവിടെ ഞാനൊരു സ്പെറിക്കൽ മിററാണ് എടുത്തിരിക്കുന്നത്. സ്പെറിക്കൽ മിറർ എന്താണെന്ന് നമുക്കറിയാം. ഒരു സ്ഫിയറിൻ്റെ ഭാഗമായി വരുന്ന ഒരു മിററിനെയാണ് നമ്മളെന്ത് പറയുക, സ്പെറിക്കൽ മിറർ എന്ന് പറയുക. മുമ്പ് നമ്മൾ പഠിച്ചത് പ്ലെയിൻ മിററാണ്. അതൊരു പ്ലെയിനിൻ്റെ ഭാഗമായിട്ടാണ് വരിക. ഇതങ്ങനെയല്ല, ഈ മിറർ ഒരു വലിയ സ്ഫിയറിൻ്റെ ഭാഗമാണ്. ആ സ്ഫിയറിൻ്റെ സെൻറ്ററായിരിക്കും സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നതും ഈ മിററിൻ്റെ ഫോക്കസാണ് ഫോക്കൽ പോയിൻ്റ് എന്ന് വിളിക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാം. അതുപോലെ ഈ മിററിനെ രണ്ടായി ഭാഗിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു ആക്സിസ് ഉണ്ടെന്നും മിററും ആക്സിസും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ പോയിൻറ്റിനെയാണ് മിററിൻ്റെ പോൾ എന്ന് വിളിക്കുന്നതെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി മിററല്ല, ഇവിടെ ലെൻസ് ആയിരുന്നു എന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ഒരു ലെൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ലെൻസിൻ്റെ സെൻറ്ററിലുള്ള ഒരു പോയിൻ്റ് ഉണ്ട്. അതിനെയാണ് ഒപ്റ്റിക് സെൻറ്റർ എന്ന് വിളിക്കുന്നത്. എന്താണ് ഒപ്റ്റിക് സെൻറ്റർ? ഒപ്റ്റിക് സെൻറ്റർ നമുക്കിവിടെ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പറയുമ്പോൾ ആവശ്യം വരും. അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് പറഞ്ഞത്. തൽക്കാലം ഇങ്ങനൊരു സ്പെറിക്കൽ മിററുള്ള ഒരു റേ ഡയഗ്രം അല്ല ഇത്, എന്നാലും ഇങ്ങനെ ഒരു സ്കിമാറ്റിക് ഡയഗ്രം ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക. എന്നിട്ട് നമുക്ക് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ചില ആരോ മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഉണ്ട്. ആദ്യം ഒബ്ജക്റ്റ് എവിടെയാണെന്ന് ശ്രദ്ധിക്കുക. ഒബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും നമുക്ക് റേകൾ വരുന്നതെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേ ഡയഗ്രം നമ്മൾ വരച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത് ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേ ആണ്. ഇൻസിഡൻറ്റ് റേ ഇങ്ങോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്ഷൻ ഒബ്വിയസ്ലി ഇൻസിഡൻറ്റ് ഡയറക്ഷന് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. അത് ക്ലിയറാണ്. ഇത് സൂചിപ്പിക്കുന്നത് ആക്സിസിൽ നിന്ന് മുകളിലേക്ക് എന്നാണ്, അപ്വേർഡ് ഡയറക്ഷൻ. ഇത് സൂചിപ്പിക്കുന്നത് ആക്സിസിൽ നിന്നും ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനിലേക്ക് ഇനി കടക്കാം. പ്രധാനപ്പെട്ട ചില പോയിൻറ്റുകളാണ് ഓർക്കുക. ഫസ്റ്റ് വൺ, ഓൾ ഡിസ്റ്റൻസസ് ഷുഡ് ബി മെഷേർഡ് ഫ്രം ദി പോൾ ഓഫ് ദി മിറർ ഓർ ഒപ്റ്റിക് സെൻറ്റർ ഓഫ് ദി ലെൻസസ്. ഒരു റേ ഡയഗ്രത്തിൽ നമ്മൾ ഒരു മെഷർമെൻറ്റ് നടത്തുമ്പോൾ എല്ലാ മെഷർമെൻറ്റുകളും, എല്ലാ ലെങ്ത് മെഷർമെൻറ്റുകളും, അതെടുത്ത് പറയണം കേട്ടോ, ഓൾ ഡിസ്റ്റൻസസ് മെഷേർഡ്, എല്ലാ ഡിസ്റ്റൻസുകളും എവിടുന്ന് മെഷർ ചെയ്ത് തുടങ്ങണം? മിററാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ പോളിൽ നിന്നോ, അതായത് പോളിൽ നിന്നോ, ലെൻസാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നോ വേണം. അപ്പോൾ ഒരു റേ ഡയഗ്രത്തിൻ്റെ എല്ലാ നീളങ്ങളും നമ്മൾ അളന്ന് തുടങ്ങേണ്ടത് മിററാണെങ്കിൽ അതിൻ്റെ പോളിൽ നിന്നും, അതല്ല ലെൻസാണെങ്കിൽ അതിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നുമാണെന്ന് മനസ്സിലാക്കുക. അതാണ് ഫസ്റ്റ് പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ് നോക്കാം. ഡിസ്റ്റൻസസ് മെഷേർഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേ ആർ ടേക്കൺ ആസ് പോസിറ്റീവ്. അതായത് നമ്മൾ പോളിൽ നിന്നും മെഷർ ചെയ്യുന്നു, മിററാണ് ഇരിക്കുന്നത്, പോളിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന ലെങ്ത്തുകളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ശരിക്കും പോസിറ്റീവായിട്ട് വേണം എടുക്കാൻ. ഓക്കെ, ദിസ് ഈസ് പോസിറ്റീവ്. ഇത് പോസിറ്റീവായി എടുക്കണം. ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷനിൽ അളക്കുന്ന മെഷർമെൻ്റ് ആണെങ്കിൽ അത് പോസിറ്റീവാണ്. പക്ഷേ അത് അളന്ന് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? പോളിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നാണ്. രണ്ടാമത്തെ പോയിൻറ്റിൻ്റെ സെക്കൻഡ് പോർഷൻ, ആൻഡ് ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേ ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റേയുടെ ഓപ്പോസിറ്റ് ദിശയിൽ മെഷർ ചെയ്യുന്നത്, ഇതാണല്ലോ ഓപ്പോസിറ്റ് ദിശ എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ദിശയിൽ മെഷർ ചെയ്യുന്നതെല്ലാം എങ്ങനെ എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദിസ് മെഷർമെൻറ്റ് ഈസ് നെഗറ്റീവ്. ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പോയിൻ്റ്, ഹൈറ്റ്സ്, ഉയരങ്ങൾ, മെഷേർഡ് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ ആർ ടേക്കൺ ആസ് പോസിറ്റീവ്. അതായത് ഉയരം അളക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റൊക്കെ അളക്കേണ്ടി വരും. ഈ ഒരു ഹൈറ്റൊക്കെ മെഷർ ചെയ്യേണ്ടി വരും. ഒബ്ജക്റ്റ് ചിലപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇങ്ങനെയാകാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഒരു പക്ഷേ ഇങ്ങനെയാകാം, ഇൻവേർട്ടഡ് ഒബ്ജക്റ്റ് ആകാം, ഇൻവേർട്ടഡ് ഇമേജ് വരാം. ഒബ്ജക്റ്റ് നമ്മൾ യൂഷ്വലി ഈ ഒരു ഷേപ്പിലാണ് പരിഗണിക്കുക, അതായത് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെയാണ് പരിഗണിക്കുക. പക്ഷേ അതിൻ്റെ ഇമേജ് ചിലപ്പോൾ അപ്വേർഡ് ഡയറക്ഷനിൽ കിട്ടാം, ചില കേസുകളിൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ കിട്ടാം. അപ്പോഴൊക്കെ ഇമേജിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യുമ്പോൾ, ഒപ്പം തന്നെ ഒബ്ജക്റ്റിൻ്റെയും ഹൈറ്റ് മെഷർ ചെയ്യുമ്പോഴുള്ള പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത്, അപ്വേർഡ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മളതിനെ എങ്ങനെ എടുക്കണം? പോസിറ്റീവായി എടുക്കണം. മൂന്നാമത്തെ പോയിൻറ്റിൻ്റെ സെക്കൻഡ് പാർട്ട്, ആൻഡ് ഡൗൺവേർഡ് ഡയറക്ഷൻ ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. അതായത് നമ്മൾ ഇതേ നീളം ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെ പരിഗണിക്കണം? നെഗറ്റീവായിട്ട് പരിഗണിക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും പോയിൻറ്റുകൾ വിശദീകരിക്കുക വഴി ഈ ഒരു ചെറിയ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, പരീക്ഷയ്ക്ക് ഇത് ധാരാളമാണ്. അപ്പോൾ ഇതൊന്ന് ബ്രീഫ് ചെയ്യാം.
എല്ലാ മെഷർമെൻറ്റുകളും നമ്മൾ എല്ലാ ലെങ്ത്തുകളും നമ്മൾ എവിടെ നിന്ന് മെഷർ ചെയ്ത് തുടങ്ങണം? മിറർ ആണെങ്കിൽ പോളിൽ നിന്നും, ലെൻസ് ആണെങ്കിൽ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും. ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷനിൽ ഉള്ള നീളങ്ങൾ അളക്കുന്നത് പോസിറ്റീവായി എടുക്കണം. ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റുകളെല്ലാം, ലെങ്ത് മെഷർമെൻറ്റുകളെല്ലാം നെഗറ്റീവായി എടുക്കണം. ഉയരങ്ങൾ മെഷർ ചെയ്യുമ്പോൾ ആക്സിസിൽ നിന്നും അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ് ഉയരമായിട്ട് എടുക്കണം. ആക്സിസിൽ നിന്നും ഡൗൺവേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് ഉയരമായിട്ട് എടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന ടോപ്പിക്കിന് കീഴിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉള്ളത്. ഏറെക്കുറെ ഇത്രയും ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ ഫസ്റ്റ് റിവിഷൻ ക്ലാസ് എന്ന നിലയ്ക്ക് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിലയേറിയ സജഷൻസ് താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. പ്രധാനമായിട്ടും എൻ്റെ ഹാൻഡ് റൈറ്റിങ്, അതുപോലെ നമ്മൾ വിശദീകരിക്കുന്നതിൻ്റെ വേഗത, ശബ്ദം, എഴുതി കാണിക്കുന്നതിൻ്റെ രീതി, മറ്റെന്തെങ്കിലും ഒരു ചേഞ്ച് കൂടുതൽ ഹെൽപ്ഫുള്ളായി തോന്നുന്നെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിലിടാം. ഒപ്പം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ റിവിഷൻ ചെയ്യുന്ന ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നന്നായിട്ട് പഠിക്കുക. കൂടുതൽ ടോപ്പിക്സുമായിട്ട് അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമുക്ക് കാണാം. എന്തായാലും നമ്മൾ ഉഷാറായി തന്നെ പഠിക്കും. വരുന്ന മാർച്ച് പരീക്ഷയിൽ നമ്മൾ ഒരു കലക്ക് കലക്കും. അപ്പോൾ അതിനുവേണ്ടി എല്ലാ ആശംസകളും ആദ്യം തന്നെ അറിയിക്കുന്നു. നന്നായി പഠിക്കുക. See you in the next video. Thank you.